ദൈവത്തിന്റെ തിരുവചനത്തിൽ നാം കാണുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹല്ലേൽ എന്ന് പറയുന്ന എബ്രായ പദവും യാഹ് എന്ന് പറയുന്ന എബ്രായ പദവും കൂടെ ചേർന്നതാണ് ഹല്ലേലൂയ. ഹല്ലേൽ എന്ന് പറഞ്ഞാൽ സ്തുതിക്കൂ, സ്തുതിക്കുക എന്നാണ് അർത്ഥം. യാഹ് എന്ന് പറഞ്ഞാൽ ഈ യഹോവയാം ദൈവത്തെ സ്തുതിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ എന്ന്. ഹല്ലേലൂയ എന്ന് പറയുന്നതിന്റെ ഗ്രാമാറ്റിക്കൽ മോഡിൽ, അതിന്റെ വ്യാകരണ പ്രകാരം ഇതൊരു ഇംപെരറ്റീവ് പ്ലൂറലാണ്. അഥവാ ഒന്നിലധികം ജനങ്ങളോട്, ഒരു ജനസമൂഹത്തോട് ദൈവത്തെ സ്തുതിക്കൂ എന്ന് പറയുന്ന ഒരു ആജ്ഞയാണ് ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഹാലലുയ പറയുമ്പോൾ, നിങ്ങൾ ഹാലലുയ പറയുമ്പോൾ നാം പറയുന്നത് ദൈവത്തെ സ്തുതിക്കൂ എന്നൊരു ആജ്ഞ കൊടുക്കുകയാണ്. നാം ആ ആജ്ഞ കൊടുക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഹാലലുയ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശുവിൻ്റെ തിരുനാമത്തിനു മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങുകയും സകല നാവും അവൻ്റെ തിരുനാമത്തെ ഏറ്റുപറയുകയും ചെയ്യും. അഥവാ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങും. അതുപോലെ ഹല്ലേലൂയ എന്ന് നാം പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കൂ എന്നൊരാജ്ഞ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള പ്രതികൂലങ്ങളോട്, പ്രതികൂല സാഹചര്യങ്ങളോട്, ശത്രുവിനോട് നാം പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുക, അവൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുക എന്ന്. അപ്പോൾ നാം ഏതു സാഹചര്യത്തിലും ഹല്ലേലൂയ പറയുമ്പോൾ ഓർത്തുകൊള്ളുക, നമുക്ക് എതിരെ വരുന്ന സകലത്തിനോടും ദൈവത്തിന് മുമ്പിൽ മുഴങ്കാൽ മടക്കി അവനെ നമസ്കരിക്കാൻ നാം പറയുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുകയും നമ്മുടെ ഹല്ലേലൂയയ്ക്ക് മുന്നിൽ അവ അനുസരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ മുഴങ്കാൽ മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നോക്കി നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ.